Welcome back to the discussion of Unit 4, Elements of Writing from the A03 textbook, Writing for Academic and Professional Success. So in the previous classes, we looked at 3 rhetorical modes: narration, description, and illustration. Now we will look at the 4th mode, that is argumentation or argumentative writing. Argumentative writing is also called persuasive writing because one of the foremost objectives of argumentative writing is to persuade the reader to think in the way the writer wants them to think. In argumentative writing, you give opinions and views in a convincing manner to your reader. In order to make an argument convincing, it needs to be clear and logical. Clarity and logicality are achieved through clear critical thinking. അപ്പോൾ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിങ്ങിന് നമ്മൾ മറ്റൊരു പേരും കൂടി ഉണ്ട്, പെർസ്വേസീവ് റൈറ്റിംഗ്. കാരണം പെർസ്വേഡ് ചെയ്യുക, ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പെർസ്വേഡ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്വേസീവ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിൽ നമ്മൾ ചെയ്യുന്ന അതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു പെർസ്വേഡ് ദ റീഡർ. റൈറ്റർ ആ എസ്സേ അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റേറ്റീവ് പീസ് ഓഫ് റൈറ്റിംഗ് എഴുതുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ആ റീഡറിനെ പെർസ്വേഡ് ചെയ്യുക, കൺവിൻസ് ചെയ്യുക. ഞാൻ പറയുന്നതാണ് ശരി എന്ന് റീഡറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ എന്ത് വേണം? വി നീഡ് ടു ഗിവ് ഒപ്പീനിയൻസ് ആൻഡ് വ്യൂസ് ഇൻ എ കൺവിൻസിങ് മാനർ ടു ദ റീഡർ. അപ്പോൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, ആ റീഡർക്ക് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും വ്യൂസ്, നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം നമ്മൾ കൊടുക്കണം. ആൻഡ് ആ ആർഗ്യുമെന്റ് കൺവിൻസിങ് ആവണമെങ്കിൽ എങ്ങനെ വേണം? വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരാ. ഒരാളെ കൺവിൻസിങ് ചെയ്യണമെങ്കിൽ ക്ലിയർ ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം. ക്ലിയർ, വളരെ അതിൽ ആംബിഗ്വിറ്റി ഒന്നും ഇല്ലാത്ത, സംശയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് പറയാൻ പറ്റണം. ആൻഡ് ലോജിക്കൽ ആയിരിക്കണം. അത് കേൾക്കുന്ന ഒരാൾക്ക് അത് ശരിയാണല്ലോ എന്ന്, ദിസ് ആർഗ്യുമെന്റ് ഫോളോസ് ഫ്രം ദിസ് റീസൺ എന്ന് അവർക്ക് കൃത്യമായിട്ട് തോന്നാൻ പറ്റണം. Many of you probably have the habit of passing opinions on what happens around you. For example, if there is a political spat between two leaders, you will support one of the leaders, and that is by giving an opinion in his or her favor. Sometimes you just give an opinion without trying to explain why you hold that opinion. These opinions become mere opinions. As long as you do not give a convincing explanation detailing why you hold that opinion. An opinion with a valid reason or logic behind it can be considered an argument. Any rational piece of discourse can be considered an argument. An argument may be about anything, including politics, books, sports, and movies. It may be on academic issues or non-academic issues. In any case, the purpose of an argument is to convince the listener or reader. അപ്പോൾ ആർഗ്യുമെന്റ്സും ഒപ്പീനിയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ അഭിപ്രായം ആണ്. അപ്പൊ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിരിക്കും. ഒരു പൊളിറ്റിക്കൽ സ്പാറ്റ് മീൻസ് പൊളിറ്റിക്കൽ ഡിസഗ്രീമെന്റ്. രണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിൽ, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടായാൽ, അതിനെപ്പറ്റി ഒരു ചർച്ച വന്നാൽ നമ്മൾ ചിലപ്പോൾ അതിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യും, മറ്റേ ആളെ ഒപ്പോസ് ചെയ്യും. ആൻഡ് എന്തുകൊണ്ടാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിന് നമ്മൾ എന്തെങ്കിലും ഒരു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ പൊളിറ്റിക്കൽ ലീഡർ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇയാൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഇയാൾക്ക് നല്ല കാര്യങ്ങളെ പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയും. അത് നമ്മളുടെ ഒപ്പീനിയൻ ആണ്, നമ്മുടെ അഭിപ്രായമാണ്. അതിനെപ്പറ്റി നമ്മൾ എന്തുകൊണ്ട്, വൈ യു ഹോൾഡ് ദാറ്റ് ഒപ്പീനിയൻ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ ഇയാളെ പറ്റി ഇങ്ങനെ പറയുന്നത്, എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ആ ഒപ്പീനിയൻ ഒരു മിയർ ഒപ്പീനിയൻ ആണ്. ദാറ്റ് മീൻസ് അത് വെറും ഒരു അഭിപ്രായമായിരിക്കും. മിയർ മീൻസ് വെറും, അത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നത്തിങ് മോർ ദാൻ ആൻ ഒപ്പീനിയൻ. അപ്പൊ കൺവിൻസിങ് ഒപ്പീനിയൻ കൺവിൻസിങ് എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ ഈ
ഒപ്പീനിയൻ ഞാൻ എന്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു, ഈ അഭിപ്രായം ഞാൻ എന്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു എന്ന് ഉള്ളതിന് കൃത്യമായി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വെറും ഒപ്പീനിയനായി, വെറും ഒരു അഭിപ്രായമായി നിൽക്കും. എന്നാൽ ഇഫ് ദർ ഇസ് എ വാലിഡ് റീസൺ, കൃത്യമായ ഒരു റീസൺ ഉണ്ടോ, കൺവിൻസിങ് ആയ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ലോജിക് അതിന്റെ പിന്നിലുണ്ടോ, then that opinion can be considered an argument. And now this is the definition of argument. You can mark it. Any rational piece of discourse can be considered an argument. Discourse just means piece of speech or writing. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന ഒരു കാര്യം, എനിത്തിങ്, എനി അട്ടറൻസ് ദറ്റ് യു മേക്ക്, നിങ്ങൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം റാഷണൽ ആൻഡ് ലോജിക്കൽ ആണെങ്കിൽ അതിന് കൃത്യമായിട്ട് ആ അഭിപ്രായം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതിനുള്ള എക്സ്പ്ലനേഷൻ അതിലുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിനെ നമുക്കൊരു ആർഗ്യുമെന്റ് ആയി കാണാം. അപ്പോൾ കൃത്യമായ റീസൺ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത അഭിപ്രായങ്ങൾ വെറും ഒപ്പീനിയൻസ് ആണ്. കൃത്യമായ റീസൺ കൊടുത്തിട്ടുള്ള ഒപ്പീനിയൻസ് ആർഗ്യുമെന്റ് ആയിരിക്കും. ആൻഡ് അത് എന്തിനെ പറ്റി വേണമെങ്കിലും ആവാം, പൊളിറ്റിക്സ്, ബുക്സ്, സ്പോർട്സ്, മൂവീസ്, എന്തിനെ പറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ഉണ്ടാക്കാം. മെയിൻലി ആർഗ്യുമെന്റ് എന്തിനാണ്? നിങ്ങളുടെ അഭിപ്രായത്തെ പറ്റി മറ്റൊരു റീഡർ അല്ലെങ്കിൽ ലിസണറെ അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ആർഗ്യുമെന്റിന്റെ പേർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം. Argumentative writing is one of the most frequently used modes of writing in subjects like liberal arts and humanities. However, it has its applicability in other subjects as well. Argumentative essays give emphasis on convincing the reader by substantiating its claim or position with the help of supporting evidence from reliable sources. Our last sentence also you can mark. Argumentative writing പല സബ്ജക്റ്റിലും ഉപയോഗിക്കും. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹ്യൂമാനിറ്റീസ്, ലിബറൽ ആർട്സ് പോലുള്ള സബ്ജക്റ്റുകളിലാണ്. പക്ഷെ എല്ലാ സബ്ജക്റ്റിലും അതിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്, അത് അപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ്സ് വർക്ക് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ, ദ എംഫസിസ് ഓർ ഫോക്കസ് ഇസ് ഓൺ കൺവിൻസിങ് ദ റീഡർ. ബട്ട് ഹൗ ഡു യു കൺവിൻസ് ദ റീഡർ? ബൈ സബ്സ്റ്റാൻഷിയേറ്റിംഗ് യുവർ ക്ലെയിം ഓർ പൊസിഷൻ. നിങ്ങളുടെ ക്ലെയിം, പൊസിഷൻ, ഒപ്പീനിയൻ എന്ന് പറയുന്ന സംഭവത്തിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. സബ്സ്റ്റാൻഷിയേറ്റ് മീൻസ് ടു പ്രൂവ്, എവിഡൻസ് കൊടുത്തിട്ട് പ്രൂവ് ചെയ്യാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിംഗ് എവിഡൻസ് ഫ്രം റിലയബിൾ സോഴ്സസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസ് നമ്മൾ കൊടുത്തിട്ട് വേണം അതിനെ പ്രൂവ് ചെയ്യാൻ. പക്ഷെ എവിഡൻസ് എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും ഒക്കെ കൊടുത്താൽ പോരാ, വളരെ റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് തന്നെ വേണം ഈ എവിഡൻസ്. The following words are often used to refer to what you find in an argumentative essay: arguments, assertions, propositions, premises, and conclusion. An argument can be defined as a debatable statement or statements which may be or may not be agreed by the others. Argument എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ചില വേർഡ്സ് ഇതൊക്കെയാണ്: ആർഗ്യുമെന്റ്, അസേർഷൻ, പ്രൊപ്പോസിഷൻ, പ്രിമൈസ്, കൺക്ലൂഷൻ. ഈ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ്. ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞു. അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് യു മേക്ക്. പ്രൊപ്പോസിഷൻ, നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയ. പ്രിമൈസ്, എന്തിന്റെ ബേസിസിലാണോ നമ്മൾ ഇത് പ്രൊപ്പോസ് ചെയ്യുന്നത്, എന്ത് എവിഡൻസിന്റെ ബേസിസിലാണ്, അതിനെയാണ് നമ്മൾ പ്രിമൈസ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ, ഇത്രയും പറഞ്ഞതിന് ശേഷം വാട്ട് ഇസ് എ കൺക്ലൂഷൻ ദാറ്റ് യു ഡ്രോ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട്, അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഈ വേർഡ്സ് എല്ലാം നമുക്ക് ആർഗ്യുമെന്റേറ്റീവ് എസ്സേയിൽ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ആർഗ്യുമെന്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു definition ആണിത്. This also you can note. An argument can be defined as a debatable statement or statements which may be or may not be agreed by the others. വെറും സ്റ്റേറ്റ്മെന്റ് അല്ല, ഇറ്റ് ഷുഡ് ബി എ ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ പറ്റി യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റി ആളുകൾക്ക് എഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനുമുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, 1. Eradication of poverty is the first step for making India a superpower. 2. Intercaste and interreligious love stories were rare in Malayalam cinema before 2000. ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവണമെങ്കിൽ ആദ്യം തന്നെ പോവർട്ടി ഇല്ലാതാക്കണം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരു ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് സം പീപ്പിൾ ക്യാൻ സേ യെസ്,
ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് അതിനുള്ള അവർക്ക് ആർഗ്യുമെന്റ് നടത്താൻ പറ്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നാൽ വേറെ ചിലർക്ക് അതിനെ ഡിബേറ്റ് ചെയ്യാൻ പറ്റും. അതിനെതിരെ അവർക്ക് ഒരു എന്താ പറയാ അഭിപ്രായം പറയാൻ പറ്റും. നോ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അല്ല ഫസ്റ്റ് സ്റ്റെപ്പ്, മറ്റെന്തോ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ ഇന്റർകാസ്റ്റ് ഇന്റർ റിലീജിയസ് ലവ് സ്റ്റോറീസ് മലയാള സിനിമയിൽ 2000-ന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവര് അത് പ്രൂവ് ചെയ്യണം. എന്നാൽ അത് കേട്ട ഉടനെ ഒരാൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഒരാൾക്ക് അത് ഡിബേറ്റ് ചെയ്യാം. അല്ലല്ല, 2000-ന് മുമ്പുള്ള സിനിമകൾ എടുത്തിട്ട് അതില് ഇതുപോലുള്ള ഇന്റർകാസ്റ്റ് ലവ് സ്റ്റോറീസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർഗ്യുമെന്റ് ആണെങ്കിൽ അത് ഡിബേറ്റബിൾ ആയിരിക്കണം, അതിനെപ്പറ്റി ഒരു ചർച്ച പോസിബിൾ ആയിരിക്കണം. അതിന് കേട്ട ഉടനെ ഒരാൾക്ക് എഗ്രി ചെയ്യണമെന്നില്ല, അതിനെതിരെ അവർക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റും. അതിന്റെ വ്യത്യാസം പറയാം. An argumentative essay can be written only on debatable statements. Statements that are not debatable or a statement which is agreed by everyone is not suitable for an argumentative essay. Such statements are called facts. For example, plants absorb carbon dioxide from the air, or HIV can only be transmitted from an infected person to another through direct contact of bodily fluids. So these two are examples of statements that are not arguments. കാരണം ഈ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി എയർ എന്നുള്ളതൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അത് അല്ല, പ്ലാന്റ്സ് ഡോണ്ട് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് എന്ന് തിരിച്ചൊരാൾക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ, സത്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന, അതിനെതിരെ ആർഗ്യൂ ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഫാക്ട്സ് എന്ന് പറയും. സത്യമാണെന്ന് ഉറപ്പില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. Now, an argumentative essay consists of a set of debatable statements. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിൽ ഉണ്ടാവുക. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും അങ്ങനെയുള്ള എസ്സേയിൽ. These statements can be classified into two: premises and conclusion. In a typical argument, there is one conclusion and a minimum of one premise. The premises are assertions that lead to a conclusion. For example, you may make a series of observations to come to the conclusion that R.K. Narayan is not a pan-Indian writer, but a regional writer. Your premises that helped you come to this conclusion may include such statements as all of R.K. Narayan's novels are set in an imaginary South Indian town called Malgudi. Malgudi does not reflect the cultural and linguistic diversity of India as a nation, and so on. അപ്പോൾ ഒരു ആർഗ്യുമെന്റേറ്റീവ് എസ്സേയിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് പ്രിമൈസ്, മറ്റത് കൺക്ലൂഷൻ. ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു കൺക്ലൂഷനും ഒരു പ്രിമൈസും എങ്കിലും വേണം. എന്താണ് ഈ പ്രിമൈസും കൺക്ലൂഷനും? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നോക്കാം. ദ പ്രിമൈസസ് ആർ അസേർഷൻസ് ദാറ്റ് ലീഡ് ടു എ കൺക്ലൂഷൻ. പ്രിമൈസ് ഒരു അസേർഷൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റണം. അപ്പൊ പ്രിമൈസ് ഇസ് ലൈക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ വി ഗോ ടു എ കൺക്ലൂഷൻ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രിമൈസസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് വെച്ച് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് പോലെ ആയിരിക്കും. ഇനി ഈ പ്രിമൈസിന്റെ എക്സാമ്പിൾ ഇതാണ്. R.K. നാരായൺ എന്ന് പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററിനെ എടുത്തിട്ട് നമ്മൾ പറയാണ്, അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ റൈറ്റർ അല്ല. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ഇന്ത്യ, അക്രോസ് ഇന്ത്യ, ത്രൂ ഔട്ട് ഇന്ത്യ, അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റൈറ്റർ അല്ല. പകരം ഒരു റീജിയണൽ റൈറ്റർ ആണ്, ഒരു റീജിയനെ മാത്രം കാണിക്കുന്ന ഒരു റൈറ്റർ ആണ് അദ്ദേഹം എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പൊ അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന പ്രിമൈസസ് വേണം. അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. All of R.K. Narayan's novels are set in an imaginary South Indian town called Malgudi. മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കൊച്ചു ടൗൺ, സൗത്ത് ഇന്ത്യൻ ടൗണിലാണ് R.K. നാരായണന്റെ എല്ലാ കഥകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു റീസൺ ആണ്. എന്തിന്? R.K. നാരായൺ പാൻ ഇന്ത്യൻ റൈറ്റർ അല്ല, റീജിയണൽ റൈറ്റർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ആ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദിസ് വൺ. അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, മാൽഗുഡി ഡസ് നോട്ട് റിഫ്ലക്ട് ദ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആസ് എ നേഷൻ. ഇന്ത്യ എന്ന് പറയുന്ന നേഷന് ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇന്ത്യയുടെ ഓരോ
ഭാഗങ്ങളിലും ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. എന്നാൽ ഈ മാൽഗുഡി എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ്. സൗത്ത് ഇന്ത്യയിലെ അവിടുത്തെ കൾച്ചർ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അപ്പൊ ഇയാളുടെ എല്ലാ കഥകളിലും മാൽഗുഡിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യന്റെ മുഴുവനായ കൾച്ചർ അയാൾ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ആർഗ്യുമെന്റ്. അപ്പോൾ ആർ കെ നാരായണന്റെ നോവൽസ് എല്ലാം മാൽഗുഡിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാൽഗുഡി ഒരു കൊച്ചു ടൗൺ ആണ്. അതിന് ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള കൾച്ചറും കാണിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മളുടെ പ്രിമൈസസ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ പോകുന്നതാണ് കൺക്ലൂഷനിലേക്ക്. വാട്ട് ഈസ് അവർ കൺക്ലൂഷൻ? ദാറ്റ് ആർ കെ നാരായൺ ഇസ് നോട്ട് എ പാൻ ഇന്ത്യൻ റൈറ്റർ ബട്ട് റീജിയണൽ റൈറ്റർ. എന്നാൽ ഇത് ഡിബേറ്റബിൾ ആണ്. മറ്റു ചില ആളുകൾക്ക് അത് അങ്ങനെയല്ല, ആർ കെ നാരായൺ ആക്ച്വലി പാൻ ഇന്ത്യൻ റൈറ്റർ ആണ്, ഇന്ത്യൻ വാല്യൂസ് അദ്ദേഹത്തിന്റെ വർക്കിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ആർഗ്യൂ ചെയ്യാൻ പറ്റും. So the conclusion in an argumentative essay is therefore supported by premises. The premises that enable formulation of a conclusion also need to be supported by further clarification and evidence. A premise can have more than one supporting statement. The supporting statement includes opinions of others, quotes from texts, and reports from authentic agencies. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാനാണ് പ്രിമൈസുകൾ. ഈ പ്രിമൈസിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ആർ കെ നാരായണന്റെ എല്ലാ കഥകളും മാൽഗുഡിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊരു പ്രിമൈസ് ആണ്. അതിന് എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കണം. മാൽഗുഡി ഡേയ്സ് ഉണ്ട്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റയാളുടെ കുറച്ച് വർക്ക്സ് സൈറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ അതിന് എവിഡൻസ് നമ്മൾ കൊടുക്കണം. ആൻഡ് ഒരു പ്രിമൈസിന് ഒരു എവിഡൻസ് ഒന്നും ആവണമെന്നില്ല. ഒരേ പ്രിമൈസ് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒന്നിൽ കൂടുതൽ എവിഡൻസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന എവിഡൻസ് എന്തൊക്കെയായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇല്ലസ്ട്രേഷൻ ഇവിടെ വരാൻ പറ്റുന്നതാണ്. ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്, ഈ എഴുത്തുകാരനെ പറ്റി മറ്റ് ആളുകൾ ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. കോട്ട്സ് ഫ്രം ടെക്സ്റ്റ്, അത് ഇദ്ദേഹത്തിന്റെ എഴുത്തിൽ നിന്നാണെങ്കിലും മറ്റൊരാൾ ഇദ്ദേഹത്തിനെ പറ്റി എഴുതിയ റൈറ്റിംഗ്സിൽ നിന്നാണെങ്കിലും നമുക്ക് കൊട്ടേഷൻസ് കൊണ്ടുവന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട്സ് ഫ്രം ഒത്തന്റിക് ഏജൻസീസ്, കുറച്ച് ഒത്തന്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡീസിൽ നിന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാഹിത്യ അക്കാദമി പറയാണ്. സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. സാഹിത്യ അക്കാദമിയിലെ ചെയർമാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്കത് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ പ്രിമൈസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസ് ആണ്. As stated earlier, the conclusion drawn from the premises presented in the essay serves as the thesis statement in an argumentative essay, and it is presented in the introductory paragraph. The thesis statement or the central argument is supported by a series of premises or sub-arguments, each of which gets explained with supporting evidence in the body paragraphs. അപ്പോൾ ഇതാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിങ്ങിനെ പറ്റി ഏറ്റവും ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫ് നോക്കിയാൽ മതി. ആ എസ്സേയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കുറെ പ്രിമൈസസ് ഉണ്ട്, കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ബേസിസിൽ നമ്മളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുകയാണ്. ഈ കൺക്ലൂഷൻ നമ്മൾ സാധാരണ കൺക്ലൂഷൻ ഏറ്റവും ലാസ്റ്റ് ആണ് എഴുതുക എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആർഗ്യുമെന്റേറ്റീവ് എസ്സേയിൽ കൺക്ലൂഷൻ എന്താണോ നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ ശ്രമിക്കുന്ന ബേസിക് ആർഗ്യുമെന്റ്, ആ നമ്മൾ ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺക്ലൂഷൻ, അതിനെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ അതിനെ പ്രസന്റ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ്. തീസിസ് സ്റ്റേറ്റ്മെന്റ് മീൻസ് യുവർ മെയിൻ ആർഗ്യുമെന്റ്, and that is usually presented in the very beginning of the essay. എന്നിട്ട് ഈ തീസിസ് സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ആർഗ്യുമെന്റ്, മെയിൻ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായി ഓരോ പാരഗ്രാഫിലായി നമ്മൾ ഓരോ പ്രിമൈസസ് അല്ലെങ്കിൽ സബ് ആർഗ്യുമെന്റ്സ് കൊടുക്കും. ആൻഡ് ആ ആർഗ്യുമെന്റിനെ ഓരോ പാരഗ്രാഫിലായിട്ട് നമ്മൾ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോർട്ടിങ് എവിഡൻസും കൊടുക്കുന്നു. ഇങ്ങനെയാണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേന്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ഇസ് ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ. The author of an argumentative essay takes a position or standpoint. The position of the author means what side the author is on while approaching the topic. For example, if you're looking at a building and making some statements or observations, your statements or observations on the building depends on the side or angle from which you are looking at the building. അപ്പോൾ ഒരു സ്റ്റാൻഡ് പോയിന്റ് അല്ലെങ്കിൽ പൊസിഷൻ, നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാണ് ഈ ആർഗ്യുമെന്റ് പറയുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എക്സാമ്പിൾ പറഞ്ഞ പോലെ
ഒരു ബിൽഡിങ്ങിനെ പറ്റി നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ അഭിപ്രായം പറയുന്നതെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന ചിലപ്പോൾ വളരെ മനോഹരമായ ചിത്രപ്പണികളും ഒക്കെ ഉണ്ടാവും, അതിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ അതിന്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ വളരെ ഫങ്ഷണൽ ആയ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ കാണും, അപ്പൊ അതിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു ടോപ്പിക് എടുത്താലും അതിന്റെ ഏത് വശത്തു നിന്നാണ്, ഏത് പൊസിഷൻ, ഏത് സൈഡിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളും മാറാൻ സാധ്യതയുണ്ട്. Next, the thesis in an argumentative essay is a claim or argument that the author makes. നേരത്തെ പറഞ്ഞതുപോലെ ആർഗ്യുമെന്റേറ്റീവ് എസ്സേയിലെ തീസിസ് എന്ന് പറയുന്നത് ഓഥർ ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് പറയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വഴി പറയാണ്. The author's claim is only one approach to the issue or topic. There is a possibility that another person brings out a claim completely opposite to yours. അതാണ് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ പറഞ്ഞത്. നമ്മൾ ഓഥർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിനോട് ഒരു അപ്രോച്ച് മാത്രമാണ്, മറ്റൊരു സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്താൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് ഒരു കാര്യം ആളുകൾക്ക് പറയാൻ പറ്റും. The main aim of the author's claim is to persuade the readers to accept the views of the author. To make an argument acceptable, it needs to be clear, logical and convincing. അപ്പോൾ ഓഥർ എന്തിനാണ് ഈ ക്ലെയിം പറയുന്നത്? അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലിയർ ആയിരിക്കണം നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ്, ലോജിക്കൽ ആയിരിക്കണം, അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. The author has to clearly mention the reasons for holding his claim or argument. ഈ ആർഗ്യുമെന്റ് ഞാൻ എന്തുകൊണ്ട് പറയുന്നു, അതിന് പിന്നിലുള്ള റീസൺസ് ക്ലിയർ ആക്കണം. Reasons of the argument need to be supported with evidence. വെറുതെ പറഞ്ഞാൽ പോരാ റീസൺ, ആ റീസണിനും ഒരു എവിഡൻസ് ഉണ്ടാവണം. അപ്പോൾ എന്റെ ആർഗ്യുമെന്റ് ഒന്ന്, ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺസ് ഒന്ന്, ആ റീസണിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഒന്ന്. അപ്പൊ ആർഗ്യുമെന്റ് ഇസ് ദ തീസിസ് സ്റ്റേറ്റ്മെന്റ് ഓർ ദ കൺക്ലൂഷൻ. റീസൺസ് ആർ ദ പ്രിമൈസസ് ആൻഡ് ആ റീസൺസിനെ സപ്പോർട്ട് ചെയ്യാൻ യു ഹാവ് എവിഡൻസ്. ഈ 3 സ്റ്റെപ്പെങ്കിലും ആവശ്യമുണ്ട്. The author takes into account the limitation of the claim and possible counter arguments and the need to clarify or defend them. നമ്മളൊരു ആർഗ്യുമെന്റ് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ അത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നതിനോട് കൗണ്ടർ ആർഗ്യുമെന്റ്സ്, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എനിക്കെതിരെ ആൾക്കാർ ഇന്ന എവിഡൻസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു അറിവോട് കൂടി നമ്മൾ എഴുതണം. അപ്പൊ പറ്റുകയാണെങ്കിൽ ഇതിനെതിരെ വരുന്ന അഭിപ്രായങ്ങളെ, ഇതിനെതിരെ വരുന്ന ആർഗ്യുമെന്റ്സിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് നേരത്തെ കൂട്ടി കണ്ട് അതാവാനാണ് സാധ്യത എന്ന് കണ്ട് അതിനെതിരെയുള്ള എവിഡൻസ് കൂടി പറ്റുകയാണെങ്കിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. A claim cannot be presented as a final word or truth on the topic, nor can the author employ categorical statements which disallow other claims on the topic. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും മാക്സിമം കൺവിൻസിങ് ആവാൻ ശ്രമിക്കണം, പക്ഷെ ഒരിക്കലും ഇത് മാത്രമാണ് സത്യം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. ഫൈനൽ വേർഡ്, ഫൈനൽ ട്രൂത്ത് ആണ് ഞാൻ പറയുന്നത്, ഇതിന് എതിരഭിപ്രായങ്ങൾ പാടില്ല, ഡിസലവ് ചെയ്യാൻ പാടില്ല. മറ്റ് ക്ലെയിംസ് ഈ ടോപ്പിക്കിനെ പറ്റി ഉണ്ടാവാം, അത് നമ്മൾ അലൗ ചെയ്യണം, ഡിസലവ് ചെയ്യാൻ പാടില്ല. It is perfectly all right to have your claims refuted by another writer. As you have logic in your claim, the other person may have logic for their claim. അപ്പോൾ മറ്റൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി നിങ്ങളുടെ ക്ലെയിംസിനെ, നിങ്ങളുടെ ആർഗ്യുമെന്റിനെ എല്ലാം റെഫ്യൂട്ട് ചെയ്യുക. റെഫ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഡിസ്പ്രൂവ് ചെയ്യുക, അതല്ല ശരി എന്ന് അവർ പ്രൂവ് ചെയ്യുക. അതൊരു പോസിബിലിറ്റി ആണ്, അതിലൊരു തെറ്റുമില്ല. കാരണം നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആർഗ്യുമെന്റ്സും നിങ്ങളുടെ കൺക്ലൂഷനും നിങ്ങളുടെ എവിഡൻസും എല്ലാം വളരെ ലോജിക്കലായി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ലോജിക്കലായി മറ്റൊരാൾക്കും പറയാൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സയൻസിനേക്കാൾ കൂടുതൽ സോഷ്യൽ സയൻസിലും ഹ്യൂമാനിറ്റീസിലുമാണ് ആർഗ്യുമെന്റ്സ് വരുന്നത്. കാരണം സയൻസിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ളതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ്, ഫാക്ടുകളാണ്. അതിന് നമുക്ക് എതിരഭിപ്രായം ഒന്നും പറയാനില്ല, കൃത്യമായ പോയിന്റ്സ് ആണ് അവിടെ ഉള്ളത്. ആർഗ്യുമെന്റ് പറ്റില്ല എന്നല്ല, പക്ഷെ സയൻസിൽ അധികവും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫാക്ട്സുമായിട്ടാണ്. എന്നാൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ ഒരു സത്യം മാത്രമല്ല, പല പോസിബിൾ ട്രൂത്ത്സ് നമുക്ക് ഉണ്ടാവാം. In subjects like humanities, every subject may be looked at from different vantage points. For instance, a poem, a novel or a drama can be interpreted by 5 different people in 5 different ways. ഹ്യൂമാനിറ്റീസിലാവുമ്പോൾ ഒരേ ടോപ്പിക്കിനെ തന്നെ നമുക്ക് പല വാൻറ്റേജ് പോയിന്റ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ഓഫ് വ്യൂയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നമ്മളൊരു കവിത എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ എടുക്കുകയാണെങ്കിൽ
5 പേര് ആ കഥ വായിച്ചാൽ അവർക്ക് അതിനെപ്പറ്റി 5 അഭിപ്രായമായിരിക്കും, 5 വ്യത്യസ്തമായ ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കും, വ്യാഖ്യാനങ്ങളായിരിക്കും അവർക്കുള്ളത്. അതിൽ 5ഉം നമുക്ക് ഇതാണ് ശരി മറ്റതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ലോജിക്കലായി നമുക്കത് ആർഗ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ കഥ ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന എന്റെ അഭിപ്രായം എനിക്ക് കൃത്യമായി പറയാൻ പറ്റുമെങ്കിൽ അത് വാലിഡ് ആണ്. എന്നാൽ അങ്ങനെയല്ല, നേരെ തിരിച്ച് ആർഗ്യൂ ചെയ്യുന്ന ഒരാളും വളരെ ലോജിക്കലായി കൺവിൻസിംഗ് ആയ രീതിയിൽ ആർഗ്യൂ ചെയ്യാൻ അവർക്ക് പറ്റുമെങ്കിൽ അതും വാലിഡ് ആണ്. Argumentative writing is probably the most democratic of all rhetorical modes, as it does not impose a singular perspective. Rather, it opens up more possibilities for further questioning claims and research on the topic. Argumentative writing വളരെ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഡെമോക്രാറ്റിക് ആണ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ജനാധിപത്യപരമാണ്. എല്ലാവരുടെ അഭിപ്രായത്തിനും അവിടെ ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സിംഗുലർ പെർസ്പെക്റ്റീവ്, ഒറ്റ വീക്ഷണകോണിൽ കൂടെ അല്ലെങ്കിൽ ഒറ്റ കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നേ ഇല്ല ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ്. നേരെ തിരിച്ചാണ്. എന്തിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, എന്ത് ക്ലെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, എന്തിനെ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, സോ ലോങ് ആസ് യു ആർ ലോജിക്കൽ, സോ ലോങ് ആസ് യു ആർ ഏബിൾ ടു കൺവിൻസ് ദ റീഡർ. ഇതാണ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗിന്റെ പ്രത്യേകത. Now after this there are some sample argumentative topics. You can look at some of them. What happens to our social skills in the age of digital networking? ഇതിന് ഒരു ഉത്തരം നമ്മൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും. അത് നിങ്ങൾ ആർഗ്യൂ ചെയ്ത് തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. വാട്ട് ഇസ് ദ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യൻ വില്ലേജസ് ടുഡേ? ഇന്ത്യൻ വില്ലേജസ് ഇപ്പോൾ നല്ല നിലയിലാണെന്ന് പറയണോ, മോശം നിലയിലാണെന്ന് പറയണോ? രണ്ടും നിങ്ങൾക്ക് പറയാം. അതിന് നിങ്ങളുടെ ആർഗ്യുമെന്റ്സും അതിന്റെ റീസൺസും അതിനുള്ള എവിഡൻസും നിങ്ങൾക്ക് കൊടുക്കാം. ഷുഡ് ഡെത്ത് പെനൽറ്റി ബി അബോളിഷ്ഡ്? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. ഡെത്ത് പെനൽറ്റി, ചില കുറ്റങ്ങൾക്ക് ആളുകളെ തൂക്കിലേറ്റുന്നത്, തൂക്കിക്കൊല്ലുക എന്നുള്ള മറ്റേ എന്തായാലും പറയാ, ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ നമുക്ക് തുടർന്നുകൊണ്ട് പോകണോ അതോ അത് അബോളിഷ് ഇല്ലാതാക്കണോ? തുടർന്നുകൊണ്ട് പോകണമെന്ന് ഒരുപാട് ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. എന്നാൽ അത് പാടില്ല, നമുക്ക് ജീവൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഡെത്ത് പെനൽറ്റി എന്ന് പറയുന്ന ആ വധശിക്ഷ എന്ന് പറയുന്ന സംഭവത്തിന് ആർക്കും അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് വായിച്ചു നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് there are many examples of argumentative writing. So you can read all those examples as well. And then in the next class, we will look at the next rhetorical mode. Okay, thank you.